ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ അടുത്ത ഭാഗമാണ്. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലെ നമ്മൾ അടുത്ത ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ബൈ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ ആണ്. ഈ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ പറയുന്ന കാര്യം ഇതാണ്: an electronic transition takes place more rapidly that a vibrating molecule doesn't change their internuclear distance appreciably during the transition. അതായത് ഏതൊരു ഇലക്ട്രോണിക് ട്രാൻസിഷനും, അതായത് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് എനർജി ലെവലിൽ നിന്ന് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് ആ നടക്കുന്ന ട്രാൻസിഷൻ മോർ റാപ്പിഡായിട്ട്, വളരെ വേഗത്തിൽ, ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലായിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ ആ വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് യാതൊരു വ്യത്യാസവും എന്താവില്ല, ഈ ഒരു ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് എന്താവില്ല, സംഭവിക്കില്ല. ഇതിനെയാണ് നമ്മൾ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ എന്നുള്ള പേരിൽ പറയുക. അതായത് ഒരു റാപ്പിഡായ മാറ്റം, അതായത് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് എനർജി ലെവലിലേക്ക് നമ്മുടെ മോളിക്യൂളിന് ഒരു റാപ്പിഡായ മാറ്റം എന്താകുന്നു, സംഭവിക്കുന്നു. ഈ റാപ്പിഡായ മാറ്റം ആ വൈബ്രേറ്റിംഗ് മോളിക്യൂളിന് സംഭവിക്കുന്ന സമയത്ത് അവിടെ ആ വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റം എന്താകുന്നില്ല, സംഭവിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ എന്നുള്ള പേരിൽ പറയുക. ഈ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ മോഴ്സ് കർവ് അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ഞാൻ അയച്ചിരിക്കുന്ന സ്ലൈഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഡയഗ്രാം. ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസും എനർജിയും തമ്മിലുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് വേർട്ടിക്കലായി നിങ്ങൾ കാണുന്ന സ്ട്രെയിറ്റ് ലൈനുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ഇലക്ട്രോണിക് സ്റ്റേറ്റിലെ ട്രാൻസിഷനെയാണ്. റെഡി? ഇനി ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഒക്കെ വേർട്ടിക്കലി ഇൻ എ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫോർ വി ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കണ്ടീഷനിൽ ആറ്റംസ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മോഷനിലാണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ലൈക്ലി ഒക്കർ ചെയ്യുന്നത്. എന്നാൽ 1, 2, 3 എന്നൊക്കെ പറയുന്ന നമ്മുടെ എനർജി ലെവലുകൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് വി ക്യാൻ ബി ഒബ്സർവ് ദാറ്റ് ദ മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻസ് ആർ അപ്രോച്ചിങ് അപ് ടു ദി എക്സ്ട്രീമിറ്റീസ്. എക്സ്ട്രീമുകളിലായിട്ടാണ് ഈ മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ: ഏതൊരു ഇലക്ട്രോണിക് ട്രാൻസിഷനും മോർ റാപ്പിഡായിട്ടാണ് സാധ്യമാകുന്നത് എങ്കിൽ ആ വൈബ്രേറ്റിംഗ് മോളിക്യൂളിൻ്റെ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. നമ്മൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് സ്റ്റേറ്റുകളെയാണ്. സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റിംഗ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ്. ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെ ട്രാൻസിഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് വി ഈക്വൽ ടു സീറോയിൽ ആണ് ആറ്റംസ് മോസ്റ്റ് ലൈക്ലി ഒക്കർ ചെയ്യുന്നത്, സെൻറ്ററിലാണ്. എന്നാൽ മറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ എക്സ്ട്രീമുകളിലാണ് ഈ പറയുന്ന ട്രാൻസിഷൻ സാധ്യമാകുന്നത്. ക്ലിയർ? എന്നാൽ നമുക്കിനി അടുത്തതിലേക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് എ ഡയാറ്റോമിക് മോളിക്യൂൾ, ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കാര്യത്തിൽ ഞാൻ 3 രൂപത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ. ഏതൊരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെയും ട്രാൻസിഷൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ വരയ്ക്കുന്നത് പോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റും സിമിലർ മോഴ്സ് കർവ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വരയ്ക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ത് മോഴ്സ് കർവ് ഉപയോഗിച്ച് നമ്മൾ വരച്ചുവോ അതേപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റും നമ്മളൊരു മോഴ്സ് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക. ഇതിൽ നിങ്ങൾ കേസ് 1 ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ കേസിൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ലോവർ അല്ലെങ്കിൽ അപ്പർ ഇലക്ട്രോണിക് സ്റ്റേറ്റിൻ്റെത് ഈക്വലാണ്
the bond length of upper and lower electronic states are assumed to be equal. Ready? Clear? അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവിടെ എല്ലാ എന്താ പറയുക ബോണ്ട് ലെങ്ത്തും ലോവർ സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും അപ്പർ സ്റ്റേറ്റിൻ്റെ ആണെങ്കിലും ബോണ്ട് ലെങ്ത്തുകളെല്ലാം തന്നെ ഈക്വൽ ആയതുകൊണ്ട് അവിടെ ഒരു 0 to 0 ട്രാൻസിഷൻ ആയിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റി കാണിക്കുക. കാരണം നമ്മൾ മക്കൾ പഠിച്ചിട്ടുണ്ട് അവിടെ എല്ലായ്പ്പോഴും തന്നെ പോപ്പുലേഷൻ കൂടുതൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ബോണ്ട് ലെങ്ത്തുകൾ ഈക്വൽ ആയതുകൊണ്ട് ഹൈലി ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു 0 to 0 ട്രാൻസിഷനാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധ്യമാകുക. റെഡി? എന്നാൽ ഇൻ ദ കേസ് ഓഫ് 2 രണ്ടാമത്തത് നോക്കൂ, ഒരു 2 to 0 ട്രാൻസിഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പിള്ളേരെ, എക്സൈറ്റഡ് ആണ് ആദ്യം പറയണത് 2, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് പിന്നെ പറയണത് 0. ഇവിടെ ഒരു 2 to 0 ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് മോർ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ട്രാൻസിഷൻ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? ഇതൊക്കെ നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന് ചേഞ്ച് വരാത്ത ആ റാപ്പിഡ് എക്സ്ചേഞ്ച് ട്രാൻസിഷൻസിനുള്ള ചില ഉദാഹരണങ്ങളാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ശ്രദ്ധിക്കണം. ഈ ഉദാഹരണങ്ങളിൽ ഒന്നാമത്തതാണ് ഞാൻ പറഞ്ഞത്. ഏത്? ഈ പറയുന്ന മോളിക്യുലാർ ട്രാൻസിഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ മോളിക്യുലാർ ട്രാൻസിഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഉള്ള 3 ടൈപ്പാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തതിൽ 0-0 ട്രാൻസിഷൻ, മോർ ഇൻറ്റൻസ്ഡ് ആണ്, ബോണ്ട് ലെങ്ത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കാര്യത്തിൽ. അല്ലാത്ത ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 to 0 ട്രാൻസിഷൻ ആയിരിക്കും ഇൻറ്റൻസ്ഡ് ആവുക. തെറ്റിദ്ധരിക്കരുത്, സാർ എന്താ അത് ഇൻറ്റൻസ്ഡാ എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റൻസ്ഡാ എന്ന് പറയണമെന്ന് വിചാരിക്കരുത്. മൂന്നാമത്തെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ വേർട്ടിക്കൽ, അതായത് മാക്സിമം 0 to മാക്സിമം ആയിട്ടാണ്, അതായത് അപ്പർ സ്റ്റേറ്റിൻ്റെ കണ്ടിന്യൂത്തിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂ ആയിരിക്കും അവിടെ റിസൾട്ട് ചെയ്യുന്നുണ്ടാവുക. Then the Frank-Condon principle is thus able to account for the intensities of lines in the vibrational and electronic transition spectra. ഏതൊരു വൈബ്രേഷണൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ സ്പെക്ട്ര നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇവിടെ ഈ ഫ്രാങ്ക്-കോണ്ടൺ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ 3 തരം ട്രാൻസിഷനുകളെ പറ്റിയും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. എഗെയിൻ ഇനി ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷനാണ്. ആൻഡ് ഹൈ റെസല്യൂഷൻ നമ്മൾ പറയുമ്പോൾ ഏത് ഇലക്ട്രോണിക് സ്പെക്ട്ര കൺസിസ്റ്റ് ചെയ്യുമ്പോഴും ക്ലോസ്ലി സ്പേസ്ഡ് ലൈനുകൾ ഉണ്ടാവും, റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഉള്ളത്. നമ്മളിവിടെ ഇലക്ട്രോണിക് എനർജിയും വൈബ്രേഷണൽ എനർജിയും കൺസിഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ റൊട്ടേഷണൽ എനർജിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. മുകളിലെ ബോക്സിലെ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ എപ്സിലോൺ പ്രൈം ഇലക്ട്രോണിക് പ്ലസ് എപ്സിലോൺ വൈബ്രേഷണൽ പ്രൈം പ്ലസ് ബി പ്രൈം ജെ പ്രൈം ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ energy for these electronic transition we can be represented as epsilon electronic double prime plus epsilon vibrational double prime plus b double prime into j double prime into j double prime plus 1 എന്നതാണ് വരിക. ഈ ഒരു ട്രാൻസിഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് മൈനസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. എപ്പോഴും തൊട്ടു മുന്നത്തെ സിഗ്നിഫിക്കൻസിലോട്ട് ഞാൻ വരികയാണ്. പ്രൈം ഇട്ട് സൂചിപ്പിക്കുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റും ഡബിൾ പ്രൈം ഇട്ട് സൂചിപ്പിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റുമാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ആ ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസിഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ ബാർ ഈക്വൽ ടു എപ്സിലോൺ പ്രൈം ഇലക്ട്രോണിക് മൈനസ് എപ്സിലോൺ ഡബിൾ പ്രൈം ഇലക്ട്രോണിക് പ്ലസ് എപ്സിലോൺ വി പ്രൈം മൈനസ് എപ്സിലോൺ ഡബിൾ പ്രൈം വി പ്ലസ് ബി പ്രൈം ജെ പ്രൈം ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 മൈനസ് ബി ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 എന്നെന്താവും വരും. റീപ്ലേസിങ് ദ ഫസ്റ്റ് 2 ടേംസ്. ആദ്യത്തെ 2 എണ്ണം വെച്ച് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാ ഇലക്ട്രോണിക് വൈബ്രേഷണൽ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കതിനെ ന്യൂ പ്രൈം എന്നുള്ള പേരിൽ കൊടുക്കാം. ന്യൂ പ്രൈം പ്ലസ് ബി പ്രൈം ജെ പ്രൈം ഇൻറ്റു ജെ പ്രൈം പ്ലസ് 1 മൈനസ് ബി ഡബിൾ പ്രൈം ജെ ഡബിൾ പ്രൈം ഇൻറ്റു ജെ ഡബിൾ പ്രൈം പ്ലസ് 1 എന്നെന്താവും വരും.
ക്ലിയർ? ഇതാണ് ഈ ഒരു റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസിൽ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദി ട്രാൻസിഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത കേസിലോട്ട് വരിക. നമ്മുടെ ഡിസ്കഷനിലേക്ക് നോക്കണം പറയുന്നത് ദ സെലക്ഷൻ റൂൾ അല്ലേ? ഏത് ട്രാൻസിഷൻ ആണെങ്കിലും നമുക്ക് സെലക്ഷൻ റൂൾ ഉണ്ടാവും. ദ സെലക്ഷൻ റൂൾ ഫോർ ജെ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂളിൽ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ ടൈപ്പിനനുസരിച്ച് ജെ വാല്യൂവിൽ വ്യത്യാസം വരും. The transition with both the upper and lower state have no electronic angular momentum about their internuclear axis. നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷനിൽ ലോവർ അപ്പർ സ്റ്റേറ്റിൽ ഇലക്ട്രോണിക് ആംഗുലാർ മൊമെൻറ്റം ഇല്ല എങ്കിൽ സെലക്ഷൻ റൂൾ പ്രകാരം ഡെൽറ്റ ജെയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് +or-1 മാത്രമായിരിക്കും. +or-1 മാത്രമായതുകൊണ്ട് തന്നെ അവിടെ P ബ്രാഞ്ചഡ് ലൈനുകളും R ബ്രാഞ്ചഡ് ലൈനുകളും മാത്രമേ ആ സ്പെക്ട്രത്തിനകത്ത് എന്താവുകയുള്ളൂ, കാണുകയുള്ളൂ. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാ ട്രാൻസിഷനിലും സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ ജെ ഈക്വൽ ടു +or-1 0 0 +or-1 എന്നാണ്. 0 +or-1 എന്നാണ് വരിക. അപ്പോൾ അവിടെ നമുക്ക് P ബ്രാഞ്ചഡ് ലൈൻ ഉണ്ടാവും, ബാൻഡ് ഒറിജിൻ എന്ന് പറയുന്ന Q ബ്രാഞ്ചഡ് ലൈൻ ഉണ്ടാവും, R ബ്രാഞ്ചഡ് ലൈനും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ക്ലിയർ? റെഡി അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ഇവാലുവേഷനിലേക്ക് നമുക്കൊന്ന് എന്താക്കാം, കടന്നു ചെല്ലാം. ഞാനതിൻ്റെ ഫ്രീക്വൻസി ഇവാലുവേഷനിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ആദ്യം ഞാൻ ഡെൽറ്റ ജെക്ക് ശ്രദ്ധിക്കണം പറയണത്, ഞാൻ ആദ്യം ഡെൽറ്റ ജെക്ക് +1 എന്നെന്താക്കുന്നു, കൊടുക്കുന്നു. ഡെൽറ്റ ജെക്ക് ഞാൻ +1 എന്ന് കൊടുക്കുന്ന സമയത്ത്, ഒറ്റ മിനിറ്റ് പിള്ളേരെ, റൈറ്റ്, ഡെൽറ്റ ജെക്ക് ഞാൻ +1 എന്ന് കൊടുക്കുന്ന സമയത്ത് നോക്കുക, ഡെൽറ്റ ജെക്ക് ഞാൻ +1 എന്ന് കൊടുക്കുന്ന സമയത്ത് J പ്രൈം മൈനസ് J ഡബിൾ പ്രൈം ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ? J പ്രൈം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. J പ്രൈം മൈനസ് J ഡബിൾ പ്രൈം ഈക്വൽ ടു 1 എന്നെന്താവും വരും. അപ്പോൾ J പ്രൈം എന്ന് പറഞ്ഞാൽ J ഡബിൾ പ്രൈം +1 എന്നാണ്. ഓർ J ഡബിൾ പ്രൈം എന്ന് പറഞ്ഞാൽ J പ്രൈം -1 എന്നാണ്. നമ്മുടെ ഇക്വേഷനിൽ J ഡബിൾ പ്രൈമിന് പകരമായി J പ്രൈം -1 എന്നെന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ഞാനൊരു ബ്ലൂ ഇങ്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, കാണാം നിങ്ങൾക്ക്, കണ്ടോ മക്കളെ? ദെൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ന്യൂ ബാർ ഇൻറ്റു വി പ്രൈം വി ഡബിൾ പ്രൈം പ്ലസ് ബി പ്രൈം ജെ പ്രൈം സ്ക്വയർ പ്ലസ് ജെ പ്രൈം മൈനസ് ബി ഡബിൾ പ്രൈം ജെ പ്രൈം സ്ക്വയർ മൈനസ് ജെ പ്രൈം എന്നെന്താവും വരും. ഫൈനലി നമുക്കൊരു ഇക്വേഷൻ അവിടെ കിട്ടും. ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 1. സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ പെട്ടെന്ന് തീർത്തേക്കണം കേട്ടോ. ഇനി ഡെൽറ്റ ജെ ഈക്വൽ ടു -1 എന്ന് കൊടുത്താൽ ജെ പ്രൈം മൈനസ് ജെ ഡബിൾ പ്രൈം ഈക്വൽ ടു -1 എന്നാണ് വരിക. ഓർ ജെ പ്രൈം ഈക്വൽ ടു ജെ ഡബിൾ പ്രൈം -1 എന്നാണ് വരിക. നമ്മുടെ ഇക്വേഷനിൽ ജെ പ്രൈമിന് പകരം അതെന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് P ബ്രാഞ്ചഡ് ലൈനിൻ്റെ ഇക്വേഷനും എന്താവും കിട്ടും. റെഡിയല്ലേ? ആ ഇക്വേഷൻ 1 and 2 നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് PR ബ്രാഞ്ചഡ് ലൈനുകളുടെ ഇക്വേഷൻ എന്താവും കിട്ടും. P ബ്രാഞ്ചഡ് ലൈൻ ദാറ്റ് ക്യാൻ ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ദാറ്റ് മസ്റ്റ് ബി ഒക്കർ കേട്ടോ. ഇനി ദ P ബ്രാഞ്ചഡ് ലൈൻസ് ആർ ഒക്കർ ഓൺ ദി ലോവർ വേവ് നമ്പർ സൈഡ് ഓഫ് ദി ബാൻഡ് ഒറിജിൻ. P ബ്രാഞ്ചഡ് ലൈനുകളെല്ലാം തന്നെ ഒക്കർ ചെയ്യുന്നത് ബാൻഡ് ഒറിജിൻ്റെ ലോവർ വേവ് നമ്പർ സൈഡിലും R ബ്രാഞ്ചഡ് ലൈനുകളെല്ലാം ഒക്കർ ചെയ്യുന്നത് ഹയർ വേവ് നമ്പർ സൈഡിലുമാണ്. ഈ R ബ്രാഞ്ചസ് കൺവേർജസ് ടു എ സിംഗിൾ ലൈൻ കോൾഡ് ബാൻഡ് ഹെഡ്. ഈ R ബ്രാഞ്ചിനോട് ചേർന്ന് ഹയർ വേവ് നമ്പർ സൈഡിനോട് ചേർന്ന് R ബ്രാഞ്ചഡ് ലൈനിനോട് ചേർന്ന് കൺവേർജ്ഡ് ആയിട്ട് ഒരു സിംഗിൾ ലൈൻ കാണും. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ബാൻഡ് ഹെഡ് എന്നാണ് നമ്മൾ എന്താക്കുക, വിളിക്കുക.
മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ട്രാൻസിഷൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ സ്വഭാവത്തിന് അനുസരിച്ച് നമുക്കവിടെ എന്തുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് സെലക്ഷൻ റൂൾ വിഭിന്നമാണ്. ആ സെലക്ഷൻ റൂളുകൾ വിഭിന്നമാകുന്നതിനനുസരിച്ച് തന്നെ അവിടെ വിഭിന്നമായിട്ടുള്ള ട്രാൻസിഷൻസും വിഭിന്നമായിട്ടുള്ള ബ്രാഞ്ച്ഡ് ലൈനുകളുമാണ് കാണുക. ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ ഇലക്ട്രോണിക് ആംഗുലാർ മൊമെൻറ്റം ഇല്ലാത്തവരാണെങ്കിൽ അത്തരം മോളിക്യൂളുകളുടെ ട്രാൻസിഷന് പി ബ്രാഞ്ച്ഡ് ലൈനും ആർ ബ്രാഞ്ച്ഡ് ലൈനും മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ബാക്കിയുള്ള ട്രാൻസിഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പി ക്യു ആർ ബ്രാഞ്ച്ഡ് ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ക്ലിയർ? Then there is a next topic we can be discuss about. This is our four-track parabola. This is a very important thing. നമ്മൾ പഠിച്ചിട്ടുള്ള പി ക്യു ആർ ബ്രാഞ്ച്ഡ് ലൈനുകളുടെ ഫ്രീക്വൻസികളെ തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രത്തെ വിളിക്കുന്ന പേരാണ് ഫോർ ട്രാക്ക് പരാബോള എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഇതിൽ പോസിറ്റീവ് പി ബ്രാഞ്ച്ഡ് ലൈനും അതോടൊപ്പം തന്നെ ആർ ബ്രാഞ്ച്ഡ് ലൈനും ഒക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പി ആർ പരാബോള പി ആർ രണ്ടും കാണുന്നുണ്ടല്ലോ, താഴ്ഭാഗത്തു നിന്ന് വരുന്ന ഫ്രീക്വൻസി വെച്ചിട്ടുള്ള പി പരാബോളയും മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ക്യൂ ബ്രാഞ്ച്ഡ് പരാബോളയും ഒരു ആക്സിസിൽ എൻ എന്ന് പറയുന്ന പോയിന്റിൽ എന്താവും ഇൻ്റർസെക്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ബാൻഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നത് സൂചിപ്പിക്കുന്നത്. പി ബ്രാഞ്ച്ഡ് ലൈനുകൾ അല്ലെങ്കിൽ പി ടേക്സ് ബോത്ത് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്, ക്യൂ ബ്രാഞ്ച്ഡ് ലൈൻസ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. അതുകൊണ്ടാണ് ക്യൂ ബ്രാഞ്ച്ഡ് ലൈനുകൾ മുകളിലും പി ബ്രാഞ്ച്ഡ് ലൈനുകൾ താഴെയും. റെഡി? അതിൽ ഈ പറയുന്ന പി ബ്രാഞ്ച്ഡ് ലൈനും ആർ ബ്രാഞ്ച്ഡ് ലൈനും തമ്മിൽ ആ രണ്ട് പരാബോളകളും ഒരു കോമൺ പോയിൻ്റായ എന്നിൽ വെച്ചിട്ട് എന്താക്കുന്നുണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബാൻഡ് ഹെഡ് എന്നുള്ള പേരിൽ എന്താക്കുക വിളിക്കുക കേട്ടോ. ബാൻഡ് ഹെഡ് എന്നാണ് നമ്മൾ എന്താക്കുക ആ ഒരു പോയിന്റിനെ എൻ എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ എന്താക്കുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ആ വേർട്ടെക്സ് ഓഫ് ദി പരാബോള കേട്ടോ, ആ വേർട്ടെക്സ് ഓഫ് ദി പരാബോളയാണ് ഞാൻ എച്ച് എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോർ ട്രാക്ക് പരാബോള നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും. ഇത്രയുമാണ് ഞാൻ ഈ പറയുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഫ്രാങ്ക് ക്വാണ്ടം പ്രിൻസിപ്പിളിൽ എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.